ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. സിയോൻ വഴിയിൽ സ്നേഹം തിരഞ്ഞ് ഒരുപാടു നീറി ഞാൻ. ഭാരം ചുമന്നും രോഗം സഹിച്ചും മിഴിനീരു തൂകി ഞാൻ. മുള്ളിൽ കുടുങ്ങി തേങ്ങിക്കരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഹോദരീ സഹോദരന്മാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേട്ട പാട്ടിൻ്റെ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ? എത്ര ആഴമേറിയ അർത്ഥവത്തായ വാക്കുകൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തുടങ്ങുന്നത് തന്നെ ക്രൂശിൻ വഴിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്രൂശ്, കുരിശ്. വിത്തൗട്ട് ക്രോസ് ദർ ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി എന്നാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞത്. ക്രൂശില്ലാതെ ക്രിസ്ത്യാനിത്വം ഇല്ല. ക്രൂശില്ലാത്ത പ്രസംഗം ശരിക്കും മെസ്സേജാണോ, പ്രസംഗമാണോ? ക്രിസ്തുവിൻ്റെ ക്രൂശിനെ മറന്നുകൊണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കിയ പരിശുദ്ധ നിണത്തെ മറന്നുകൊണ്ടൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമല്ല. വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുയേശു തൻ്റെ ക്രൂശിൽ ഒഴുക്കിയ, തൻ്റെ ശരീരത്തിൽ അടിപ്പിണരുകളാൽ ഒഴുക്കിയ രക്തത്താൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമ്മെ വീണ്ടെടുക്കുന്നു.
വീണ്ടെടുക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യം. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ്. യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നീതീകരിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് കർത്താവ് വഹിച്ച ക്രൂശും ആ ക്രൂശിലെ മരണവുമാണ്. യേശുവിൻ്റെ ക്രൂശ് മരണം, യേശുവിൻ്റെ പരിശുദ്ധ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു. 4-മതായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടം അനുഭവിച്ച കർത്താവ് ആ തൻ്റെ പരിശുദ്ധമായ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ചു. യേശുവിൻ്റെ രക്തം, കർത്താവിൻ്റെ കാൽവറി മരണം 5-മതായി നമ്മെ ദൈവത്തോട് സമീപസ്ഥരാക്കുന്നു. വിശുദ്ധ ബൈബിളിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങളും ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അതെ, യേശുവിൻ്റെ രക്തം എന്നെ ദൈവത്തോട് അടുപ്പിച്ചു, ദൈവത്തോട് സമീപസ്ഥനാക്കി. 6-മതായി ക്രിസ്തുയേശുവിൻ്റെ രക്തം, കാൽവറി മരണം, ക്രൂശ് നമ്മെ ആരാധനയ്ക്ക്, ദൈവത്തെ ആരാധിക്കേണ്ടതിന് യോഗ്യരാക്കി മാറ്റുന്നു. എബ്രായർ 9:14 ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എൻ്റെ മനസ്സാക്ഷിയുടെ നിർജീവമായ പ്രവൃത്തികളെ പോക്കി എന്നെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം, തൻ്റെ കാൽവറി മരണം. 7-മതായി യേശുവിൻ്റെ കാൽവറി മരണം, ആ കുരിശ്, തൻ്റെ പരിശുദ്ധ രക്തം, അത് സമ്പാദിച്ചത്, ആ രക്തത്താൽ യേശു സമ്പാദിച്ചത് സഭയാണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. അപ്പോൾ കുരിശ് നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല. കുരിശിൻ്റെ വഴികൾ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് കുരിശിൽ ഒഴുക്കിയ ആ ഗദശമനയുടെ തോട്ടം മുതൽ ഗബദായുടെ കൽത്തളം വരെയും, ഗബദായുടെ കൽത്തളം മുതൽ കാൽവറിയുടെ കുലക്കളം വരെയും ഒഴുക്കിയ പരിശുദ്ധ രക്തത്തിന് ശക്തിയുണ്ട്. ആ രക്തം സാത്താനെ ജയിച്ച രക്തമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായും സാക്ഷ്യവചന നിമിത്തവും ജയിച്ചു. അതേ, പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുടച്ച, പൈശാചിക ശക്തികളെ നിഷ്ഫലമാക്കിയ, നിർവീര്യമാക്കിയ, അവനെ പാരലൈസ്ഡ് ആക്കി കളഞ്ഞതാണ് യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം. 9-മതായി ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ രക്തം നമ്മുടെ പ്രായശ്ചിത്തത്തിനായി ഒഴുക്കിയ പ്രായശ്ചിത്ത മരണമായിരുന്നു, പ്രായശ്ചിത്തത്തിനായി നൽകിയ രക്തമായിരുന്നു. റോമർ 3:25 വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മാത്രം പറയാനുള്ള നേരമേ എൻ്റെ മുമ്പിലുള്ളൂ. 10-മതായി യേശുവിൻ്റെ രക്തം നമുക്ക് സമാധാനം നൽകിയ രക്തമാണ്. ക്രൂശിലെ മരണം നമുക്ക് സമാധാനം നൽകിയ. കൊലോസ്യർ 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തം എനിക്കായി ഒഴുക്കിയതിന് നന്ദി. അങ്ങനെക്ക് വേണ്ടി വഹിച്ച ആ കുരിശിനായി നന്ദി. ആ കുരിശിൻ്റെ വഴികളിലൂടെ അങ്ങ് കടന്നുപോയപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി ഏറ്റ എല്ലാ സഹനങ്ങൾക്കും നന്ദി. പാപിയായിരുന്ന എന്നെ സ്വന്തമാക്കുവാൻ, തള്ളപ്പെട്ട എന്നെ സ്വീകരിപ്പാൻ, അയോഗ്യനായ എനിക്ക് യോഗ്യത നൽകുവാൻ, നിത്യമായ രക്ഷ നൽകുവാൻ, നിത്യജീവൻ തരുവാൻ, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവാൻ, നരകത്തിൽ നിബന്ധിക്കേണ്ട എൻ്റെ ആത്മാവിന് നിത്യത ഉണ്ടാകുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി വഹിച്ച ഭാരമേറിയ കുരിശിന് നന്ദി. എനിക്ക് വേണ്ടി ഒഴുക്കിയ വിലയേറിയ രക്തത്തിന് നന്ദി. യേശുവേ, അങ്ങയ്ക്ക് നന്ദി. പിതാവേ, അങ്ങയ്ക്ക് നന്ദി. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി, നന്ദി, നന്ദി കർത്താവേ. മനം പാടി സ്തോത്രം വീഴും വഴി താഴും ചുഴി മിഴി